ഹലോ എവ്രി വൺ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വരികയാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ കാര്യം ആണോ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലംസിലും ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഇവിടെ ഇടാൻ പറ്റുമോ അവിടെ ഇടാൻ പറ്റുമോ അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ 3 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു ഈസിക്ക് അല്ലെങ്കിൽ ഒരു കോഡായിട്ട് ഞാൻ പറയാൻ വേണ്ടി SSS റൂളുണ്ട്, ASA റൂളുണ്ട്, SAS റൂളുണ്ട്. ഓക്കെ, SSS റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? S എന്ന് പറഞ്ഞാൽ സൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SSS ഒരു ട്രയാങ്കിളിന് എന്തൊക്കെയുണ്ട്? ഒരു ട്രയാങ്കിളിന് എന്തൊക്കെയുണ്ട്? 3 സൈഡ്സ് ഉണ്ട് അല്ലേ? 1 2 3 3 സൈഡ്സ് ഉണ്ട്. അതുപോലെ 1 2 3 3 ആംഗിൾസും ഉണ്ട് ഒരു ട്രയാങ്കിളിന്. അപ്പം 3 SSS ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? 3 സൈഡുകളും ഒരു രണ്ട് ട്രയാങ്കിളിൻ്റെ നമ്മൾ ഈ റൂൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 2 ട്രയാങ്കിൾസ് ആർ സെയിം ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ദ സൈഡ് ഓഫ് ദ ഈക്വൽ ലെങ്ത് ആർ ഓൾസോ ഈക്വൽ. എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 2 ട്രയാങ്കിൾസ് ആർ ദ സെയിം. 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഞാൻ പേര് കൊടുക്കുകയാണ് ABC, PQR. സോ ട്രയാങ്കിൾ ഈ AB എന്ന് പറഞ്ഞ സൈഡ് PQന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ BC എന്ന് പറഞ്ഞ സൈഡ് QRന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ AC എന്ന് പറഞ്ഞ സൈഡ് എന്തിന്? PR ഈക്വൽ ആണെങ്കിൽ, അങ്ങനെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് എന്ന് വെച്ചാൽ ഈ ബ്ലൂവിന് ഏതാണ് ആംഗിളാണ് ഓപ്പോസിറ്റ്? BCA എന്ന് വെച്ചാൽ ആംഗിൾ C ആണ് ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ ഇവിടെയുള്ള R, ഇവിടെയും ബ്ലൂവിന് ഓപ്പോസിറ്റ് എന്താണ്? R ആണ് ഇവിടെ ആംഗിൾ. ഇവിടെ ഈ ബ്ലൂവിന് ഓപ്പോസിറ്റ് C ആണ്. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകളും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ചെയ്ത ആംഗിൾ P ആണ്, ഈ സൈഡിന് ഇവിടെ ഇത്. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും. അതുപോലെ നമ്മളൊന്നും കൂടെ വരച്ചായിരുന്നല്ലോ, റെഡിന് ഓപ്പോസിറ്റ് ഇവിടെ B ആണ്, റെഡിന് ഓപ്പോസിറ്റ് Q ആണ്. കാരണം ഈ 2 സൈഡുകൾ ഈക്വൽ ആണ്. ഒരു 2 ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ റൂൾ. അതാണ് SSS റൂൾ. എല്ലാ സൈഡുകളും ഈക്വൽ ആണെങ്കിൽ ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 3 S ഉണ്ട്. അപ്പം 3 സൈഡുകളും ഈക്വൽ ആണ്. 2 ട്രയാങ്കിൾസ് ഉണ്ട്, 3 സൈഡുകളും ഈക്വൽ ആണ്. അങ്ങനെയാകുമ്പം അവരുടെ ആംഗിൾസ് ഓപ്പോസിറ്റ് ദാറ്റ് ഏത് സെയിം സൈഡ് അല്ലേ, ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും സെയിം ആണ്. അതാണ് ഫസ്റ്റത്തേത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേത് ക്ലിയർ ആയി കഴിഞ്ഞു. എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താ വായിച്ച് നോക്കാം. ASA ആണ്. അപ്പോൾ എന്താണ്? ഒരു ആംഗിൾ ഉണ്ട്, ഒരു സൈഡുണ്ട്, വീണ്ടും ഒരു ആംഗിൾ ഉണ്ട്. സോ വായിക്കണം, ഈ എഴുതി കഴിഞ്ഞിട്ട് വായിക്കാം. എന്ന് വെച്ചാൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ദെൻ ഒരു സൈഡ് ഉണ്ട് ASA. അപ്പോൾ ഒരു സൈഡ് ഉണ്ട്, ആ സൈഡിലുള്ള 2 ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പം ഒരു സൈഡും 2 ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിളും പിന്നെ എന്താണ് ബാക്കിയുള്ള 2 സൈഡുകളും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഈ സൈഡും സെയിം ആണ്, ഈ സൈഡും സെയിം ആണ്, ഇതും സെയിം ആണ്. അതുപോലെ തന്നെ ഈ ആംഗിളും ആ ലൈനിൻ്റെ തന്നെ സൈഡിലുള്ള 2 ആംഗിൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ബാക്കി 2 സൈഡും കൂടെ ഉണ്ടല്ലോ, അതും സെയിം ആണ്. അതിന് ഈ ലൈൻ ഇതാണോ സെയിം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളിലെ അതും സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് എന്താണ്? In 2 triangles, the length of 2 sides and the angle between them are the same. Then the length of the third side and the remaining 2 angles are also the same. Okay, എന്താണ് പറയുന്നത്? 2 ട്രയാങ്കിൾസ് ഉണ്ട്, ഇവിടെയും 2 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എന്താ സെയിം ആയിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദ 2 സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. 2 സൈഡുകളുടെ ലെങ്ത് സെയിം ആണ്. അതെ,
ഏത് സൈഡ്സാണ് ഞാനിപ്പോൾ പറയുന്നത്? ഇതും ഈ സൈഡും സെയിം ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾസും സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡുകളും, പിന്നെ എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾസും സെയിം ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡും പിന്നെ എന്താണ് റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസും എന്തായാലും സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡുകളും നിങ്ങൾ എന്ത് ഓർത്ത് വെച്ചാൽ മതി എന്നറിയോ? SSS ഓർത്ത് വെക്കുക, SAS ഓർത്ത് വെക്കുക, ASA ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? SAS ആണ്, രണ്ട് സൈഡുകൾ ഈക്വലാണ്, അതിൻ്റെ നടുവിലുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാക്കി മൂന്നെണ്ണം, നമ്മളിത് പറയുന്നത് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസിനെ പറ്റിയാണ്. എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയുന്നത്? ആ ട്രയാങ്കിളിൻ്റെ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണ്. ഇപ്പോൾ ഈ ട്രയാങ്കിളും ഈക്വൽ ആണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ സൈഡും ഈക്വൽ ആവണം. ഏതിന്? ഈ സൈഡിന് ഈ സൈഡുകളൊക്കെ ഈക്വൽ ആവണം. ഈ ആംഗിളിനോടും ഈക്വൽ ആവണം. അപ്പോഴാണ് ഇത് രണ്ടും സെയിം ട്രയാങ്കിളാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. സെയിം ആയിട്ട് ഒരു ട്രയാങ്കിൾ ഇവിടെ മുകളിൽ വെച്ചു, അതിൻ്റെ മുകളിൽ തന്നെ വേറെ ഒരു ട്രയാങ്കിളായിട്ടേ തോന്നുള്ളൂ മുകളിലെടുത്ത് വെച്ചാൽ. അപ്പം ആംഗിളും സെയിം ആവണം, എല്ലാ ആംഗിളും സെയിം ആവണം, എല്ലാ സൈഡും സെയിം ആണെങ്കിൽ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ അതാവാനുള്ള കണ്ടീഷൻസാണ് മൂന്നെണ്ണം: SSS, SAS, ASA. അപ്പോൾ SSS എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഏത് സൈഡിനാണോ, ഈ സൈഡിന് ഇപ്പോൾ ഈ ആംഗിൾ ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും, അതുപോലെ ഈ സൈഡും ആണ് സെയിം എങ്കിൽ ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ ഈ സൈഡും ആണ് സെയിം എങ്കിൽ ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും സെയിം ആയിരിക്കും. ദെൻ ഈ സൈഡും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും സെയിം ആയിരിക്കും. അതാണ് SSS. മൂന്ന് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണ്. ദെൻ SAS എന്താണ്? ഇപ്പം ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്താ ആലോചിക്കുക? SAS രണ്ട് സൈഡുണ്ട്, ആ രണ്ട് സൈഡിൻ്റെ ഇടയിൽ എസിൻ്റെയും ഇടയിൽ ഒരു ആംഗിളും ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡുണ്ട്, ആ സൈഡിൻ്റെ ഇടയിൽ ഒരു ആംഗിളും ഉണ്ട്. ഇത് രണ്ടും സെയിം ആണ്. നമ്മളിവിടെ എഴുതുന്നതൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, രണ്ട് സൈഡുകളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും സെയിം ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം എന്തായി? ഈക്വലായിട്ട് ട്രയാങ്കിളായി. ദെൻ ASA റൂൾ. ASA എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ ഉണ്ട്, ഒറ്റ സൈഡുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? രണ്ട് ആംഗിൾ ഉണ്ട്, ഒറ്റ സൈഡുള്ളൂ. സോ ഒരു സൈഡ് അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളും സെയിം ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രണ്ട് സൈഡുകളും മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ 3 റൂളാണുള്ളത്: SSA, SAS, ASA. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഫുൾ S എഴുതുക, പിന്നെ എസും എയും ഉണ്ടെന്നറിയാം. ഒരു പ്രാവശ്യം എ നടുവിലിടണം, അടുത്ത പ്രാവശ്യം എസിനെ നടുവിലിടണം. അങ്ങനെ ഇത് എഴുതി വെക്കുക. നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കുക, ഇതിൽ ഏതാണ് ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നിങ്ങളത് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഇനി എന്തുണ്ട്? ക്വാഡ്രിലാറ്ററലും ഉണ്ട്, ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഇതും കൂടെ നമുക്ക് പഠിച്ചിട്ട് പോകാം. ഓക്കെ, എന്താണ് ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡുള്ള എന്തിനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. അപ്പം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഈക്വലും പാരലലും ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അതിൻ്റെ 4 സൈഡിലെല്ലാം ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡുകളും പാരലാണ്. ഈ 2 സൈഡ് പാരലാണ്, ഈ 2 സൈഡും പാരലാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇങ്ങനെ പോകുന്ന ലൈൻസ്, പക്ഷെ അത് സെയിം ഡയറക്ഷനിലാണ്. ഒരിക്കലും അത് കൂട്ടി മുട്ടത്തില്ല. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് ഒന്നിങ്ങനെയും പോവുകയല്ല. ഇതെന്താ? പെർപെൻഡിക്കുലറാണ്. ഇനി ഒന്ന് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും അത് സെയിം അല്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ ഇത് പാരലൽ ലൈൻസ് അല്ല. കൂട്ടി മുട്ടാണ്ട് എത്ര ദൂരത്തോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നോ ആ ലൈൻസിനാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞത്. അപ്പം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 2 സൈഡ്സ് പാരലാണെങ്കിൽ, ഒരു സൈഡ് പാരലാണ്, അടുത്ത സൈഡ് ഇതും പാരലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാണ് പാരലോഗ്രാം. രണ്ട് സൈഡ്സ് എന്താണ് പാരലാണ്, ഇതും പാരലാണ്, ഇതും പാരലാണ്. അപ്പോൾ ആ സാധനത്തിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ പാരലോഗ്രാം. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ പറഞ്ഞിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഈക്വൽ ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ട് കേട്ടോ. സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡുകളും സെയിം ആണ്. പിന്നെ എന്താ, 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, എല്ലാ ആംഗിൾസും 60 ആയിരിക്കും. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ, ആംഗിൾ എ ബി സി, എ ബിയും സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, പിന്നെ ഓരോ ആംഗിളും 60 ആയിരിക്കും. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ആയിരിക്കും ഈക്വൽ ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വലാണ്, എല്ലാ ആംഗിൾസും 60 ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസും ഈക്വലാണ്, രണ്ട് സൈഡ്സും സെയിം ആണ്. ഇനി ഈക്വൽ ട്രയാങ്കിൾസ് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ഈക്വൽ ട്രയാങ്കിൾസിനെ പറ്റിയാണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് എപ്പോഴൊക്കെ പറയാം, SSA ഒന്നെങ്കിൽ SSA കറക്റ്റ് ആവണം, അല്ലെങ്കിൽ SAS കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ASA കറക്റ്റ് ആയാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാം. ഒരു ട്രയാങ്കിളിന് ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ചാൽ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയും. ഇതാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ. ദെൻ ഇനി എന്താ പറയുന്നത്, ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ലൈൻ തന്നെയാണിത്. എന്താണ്, 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളേ ഉള്ളൂ കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നോക്കണമെങ്കിൽ രണ്ട് ട്രയാങ്കിളിനല്ല നമ്മൾ ഈക്വൽ ആണെന്ന് പറയേണ്ടത്. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും സെയിം, ആംഗിൾസ് 60 ഡിഗ്രി. ഈക്വൽ ട്രയാങ്കിൾസ് പറയുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് വേണം. ഇതിനോട് ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, SSA SAS ASA റൂൾ വെച്ചിട്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് സൈഡ് രണ്ട് ആംഗിളാണ് ഈക്വൽ. ഇവിടെ എന്താണ്, രണ്ട് സൈഡുകൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഒറ്റ ട്രയാങ്കിളേ ഉള്ളൂ, അതിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആംഗിളും എന്തായിരിക്കും, രണ്ട് സൈഡ്സ്, ഒരു ട്രയാങ്കിളിൽ തന്നെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വലാണ്. ഓരോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വലാണ് എന്ന് വെച്ചാൽ ഈ ലൈനിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇത്, ഈ ലൈനിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇത്, ഇതും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചും രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ്, ആ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഐസോസെലസ് ട്രയാങ്കിൾ ആലോചിച്ചാൽ മതി. രണ്ട് സൈഡ്സും രണ്ട് ആംഗിളും ഈക്വലാണ് ഐസോസെലസ് ട്രയാങ്കിളിന്. അപ്പോൾ ഇതൊരു റൂളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും സെയിം ആയിരിക്കും. അതിന് തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ആംഗിളിനോട് ഏത് സൈഡാണോ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആ സൈഡുകൾ സെയിം ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ഏതൊരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ അർത്ഥം ഇവിടെയാണ് കേട്ടോ പറയുന്നത്. In any isosceles triangle, the perpendicular from the vertex join in the equal sides of the opposite side. Isosceles triangle എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡുകൾ സെയിം ആണ്, അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഈ സെയിം സൈഡുകളിൻ്റെ ഈ കൂർപ്പിന്ന് വെർട്ടിക്സിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ, നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു, അത് ഈ രണ്ടെണ്ണത്തിനെയും ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിനെ ഈക്വൽ ആയിട്ട്, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഈ ആംഗിൾ എ ആണെങ്കിൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഈ ആംഗിളിനെ എ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് സെയിം ആണ്, ഈ സൈഡ് സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണ്. ഇവിടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഇതിൻ്റെ രണ്ട് സെയിം സൈഡിൻ്റെ മൂലയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇതിൻ്റെ സെയിം അല്ലാത്ത സൈഡ് ഉണ്ടല്ലോ അവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഈ ലൈനിനെ സെയിം അല്ലാത്ത സൈഡിനെ എക്സും അതായത് ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളിനെയും ഈക്വൽ ആയിട്ടുള്ള ആംഗിളായിട്ട് മുറിക്കും, ഈക്വൽ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുക. അത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. നാളത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 15 ക്വസ്റ്റ്യൻസും കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടോട്ടൽ അപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. 5 എണ്ണം ഇന്ന് നമ്മൾ ചെയ്യും, പിന്നെ 15 എണ്ണം നമ്മൾ നാളെ ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ. ഓക്കെ,
ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് 2 ട്രയാങ്കിൾ തന്നാണ്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ടുള്ള ആംഗിൾ, അതായത് ഇതിൻ്റെ അകത്തും സെയിം ആയിട്ടുള്ള ആംഗിൾസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുക, നമുക്ക് എന്തൊക്കെ റൂളുണ്ട്. SSS റൂളുണ്ട്, SAS റൂളുണ്ട്, ASA റൂളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സൈഡുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡുകളിലുള്ള 3 സൈഡ് തന്നാണ്. അപ്പം 3 സൈഡിലുള്ളത് ഏതാണോ ആ റൂളൊന്ന് നോക്കാം. സോ എനിക്കിപ്പോൾ മനസ്സിലായി, ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് പറയുന്നു, 2 ഉണ്ട്, ഇവിടെ ഇവിടെ 2 ഉണ്ട്, ടെക്സ്റ്റിൻ്റെ അകത്ത് 2 ഉണ്ട്. സോ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ദെൻ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ സൈഡ്സ് 2 ട്രയാങ്കിളിൻ്റെ എല്ലാ 3 സൈഡുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും സെയിം ആയിരിക്കും. സോ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. 3 സെൻറ്റിമീറ്ററിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പം ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? X ആണ്. അപ്പം ഇവിടെ N. അപ്പോൾ ആംഗിൾ N = ആംഗിൾ X. അപ്പോൾ 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. 3നെ ഞാൻ വെട്ടിയിട്ടേക്കാണ്. ഇനി നമുക്ക് 2നെ നോക്കാം. 2ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? M ആണ്. ഓക്കെ, അപ്പം ആംഗിൾ M = ഇവിടെ 2ന് ഓപ്പോസിറ്റ് ഏതാണ്? Z ആണ്. സോ ആംഗിൾ Z. 2നെയും കഴിഞ്ഞു. നമുക്ക് 4 സെൻറ്റിമീറ്റർ. 4ന് ഇവിടെ എന്താണ്? L ആണുള്ളത്. ഇവിടെ ആണെങ്കിലോ Y ആണ്. അപ്പം ആംഗിൾ L = ആംഗിൾ Y. സോ ഇതെന്താണ്? ജസ്റ്റ് നമ്മൾ ഈ പഠിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഏത് റൂളാണെന്ന് നോക്കുക. SAS റൂളായതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എക്സാമിന് എന്തൊക്കെ ചെയ്യാം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ലാംഗ്വേജിൽ 3 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു ദിസ് എന്ന് പറഞ്ഞിട്ട് ഈ ആംഗിൾ ഇതിന് ഈക്വൽ ആണ്, ഈ സൈഡുകൾ ഇത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. സെക്കൻഡ് എന്താണ്? ഇതേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്തുള്ള ആംഗിൾ ഏതാണ് ഇതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് റൂൾ യൂസ് ചെയ്യാം? SSS റൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഏത് ആംഗിളാണ് ഇതിന് ഈക്വൽ എന്നുള്ളതും എന്താണ് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ദിസ് ഈസ് ഹോം വർക്ക് ഫോർ യു. സോ തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ ഷോൺ ബിലോ നമുക്ക് 2 ട്രയാങ്കിൾ തന്നിരിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? AB QR-ന് ഈക്വലാണ്, BC PR-ന് ഈക്വലാണ്, RPക്ക് ഈക്വലാണ്, CA PQന് ഈക്വലാണ്. നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കാണണം. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഈ C എന്ന് പറഞ്ഞ ആംഗിളും കാണണം. ഇതും കാണണം, പിന്നെ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടതാണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് AB എന്ന് പറഞ്ഞാൽ ഇത്. ഈ AB എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? QR-ന് ഈക്വലാണ്. QR അല്ലേ? AB QR. QR-ന് ഈക്വലാണ്. AB QR-ന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് തന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കൊരു ആംഗിളും നമുക്കിവിടെ അറിയില്ല. സോ നമുക്ക് അടുത്തതിൽ നോക്കാം. അടുത്തത് നോക്കാമെന്ന് വെച്ചാൽ BC എന്തിനാണ്? RPക്ക് ഈക്വലാണ്. ഓക്കെ, BCക്ക് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടുണ്ടോ നോക്കുക. 40 തന്നിട്ടുണ്ട് അല്ലേ? 40. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, 2 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 2 സൈഡ്സ് അല്ല, 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പം അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇവിടെ CA എന്താണ്? CA എന്തിന് ഈക്വലാണ്? PQക്ക് ഈക്വലാണ്. ഓക്കെ, അങ്ങനെ 3 സൈഡ്സും ഇവിടെ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ ഞങ്ങളുടെ മഞ്ഞ അടയാളിട്ട സൈഡ്സുകൾ ഈക്വലാണ്, നീല അടയാളിട്ട സൈഡ്സുകൾ ഈക്വലാണ്, പെൻസിൽ കൊണ്ട് കളർ ചെയ്ത സൈഡ്സുകളും ഈക്വലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടെത്താം. നമുക്ക് ഈ പെൻസിലിൻ്റെ അടയാളം ഇട്ടത് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 40 ആംഗിൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെൻസിലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? Q ആണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 40 ആണ് നമ്മൾ കണ്ടെത്തി. ഇത് 40 ആണ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ടോട്ടലി ഈ ട്രയാങ്കിൾ തന്നാൽ തന്നെ നമുക്ക് എന്തറിയാം? 180 ആണ് സമ്മ്. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. ഇവിടെ 40 പ്ലസ് എത്രയാണ്? ഇവിടെ 60 = 100 ആണ്. അതിനി 180 മൈനസ് ചെയ്ത് നോക്കുമ്പോൾ 80 ആണ്. മൊത്തമായിട്ട് 180 കിട്ടണമെങ്കിൽ ഇതും കൂട്ടിയിട്ട് 180 അത് കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതായത് 80 കിട്ടി. ഓക്കെ, 40 + 60 100, 180 മൈനസ് 100 = 80. ആ 80 ആണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചതിനൊക്കെ ഞാൻ വട്ടിട്ട് വെക്കുന്നുണ്ട്. ഇത് 40, ഇത് 80. അങ്ങനെയാണെങ്കിൽ ഈ 80 നമുക്ക് മഞ്ഞേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 80 കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ മഞ്ഞേൻ്റെ ഓപ്പോസിറ്റ് 80 കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നീലേൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? 60 ആണ്. അപ്പോൾ ഈ നീലേൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 60 ആണ്. ഇതൊക്കെ നമ്മൾ ഏത് റൂളാണ്? SSS റൂളാണ്.
സൈഡ്സുകൾ 3 ഈക്വൽ ആണെങ്കിൽ ആ ആംഗിളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് പറയുന്ന SSS റൂളാണ്. ഓക്കെ, ആംഗിൾ സി കണ്ടെത്താൻ പറഞ്ഞു. ഇതാണ് PQRൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താൻ പറഞ്ഞു. അത് 60, 80, 40 ആണെന്നുള്ളത് കണ്ടെത്തി. ഇനി എന്താണ് തേർഡ് ട്രയാങ്കിൾസ് ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ എന്താ പറയുന്നത്? AB QR-ന് ഈക്വലാണ്. AB QR-ന് ഈക്വലാണ്. ഓക്കെ, BC PQക്ക് ഈക്വലാണ്. BC എവിടെ? BC PQന് ഈക്വലാണ്. ഓക്കെ, CA RPക്ക് ഈക്വലാണ്. CA RPക്ക് ഈക്വലാണ്. ഓക്കെ, അങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഈച്ച് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിൾ തന്നുള്ളൂ. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാം സൈഡുകൾ ഈക്വലാണ്. രണ്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലാണ്. ഓക്കെ, ഈ സൈഡിനോടും ഈ സൈഡിനോടും ഈക്വൽ ആയതുകൊണ്ട് ഈ സൈഡിനോടും ഇതിനോടും ഈക്വൽ ആയ സ്ഥിതിക്ക് ആംഗിൾസ് ഓപ്പോസിറ്റ് ദ സെയിം സൈഡ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്? 60 തന്നെയാണ്. അത് ഏതിനാണ്? ഞാൻ ഈ ഡാർക്ക് ബ്ലൂ ചെയ്തത് BCക്ക് ഈക്വലാണ് 60. അങ്ങനെയാണെങ്കിൽ BCക്ക് എന്താണ് ഈക്വൽ? PQ ആണ് ഈക്വൽ. ഞാൻ എന്താ അവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഈ ഡാർക്ക് ബ്ലൂവിന് ഓപ്പോസിറ്റ് 60 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൊണ്ടുപോയി 60 എടുത്ത് കൊടുക്കാം. ഓക്കെ, 60 എടുത്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ 180 സമ്മുള്ള ആ റൂള് യൂസ് ചെയ്യാം. 180ന്ന് എന്ത് മൈനസ് ചെയ്യണം? 60ഉം 70ഉം കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ P കിട്ടും. ആ ആംഗിൾ P എത്രയാണ് നോക്കുക. 60ഉം 70ഉം എത്രയാണ്? 60ഉം എത്രയാണ്? 120 ആണ്. 60ഉം 70ഉം അപ്പോൾ എത്രയായിരിക്കും? 130. ഓക്കെ, 130 180 മൈനസ് 130 ഈക്വൽ ടു 50. ഓക്കെ, നമുക്കിവിടെ എന്ത് കിട്ടി? 50 ആണെന്ന് കിട്ടിയല്ലോ. സോ ഇവിടെ ഞാൻ പെന്നുകൊണ്ട് വരച്ചതിന് ഓപ്പോസിറ്റായിട്ട്, അതായത് QR-ന് ഓപ്പോസിറ്റായിട്ടാണ് 50 ഉള്ളത്. അപ്പോൾ ഈ പെന്നുകൊണ്ട് വരച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, ദെൻ ഒന്നും കൂടെ ഉണ്ടല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എഴുതാൻ പറ്റുന്നത് 70 നമ്മളിവിടെ എഴുതിയിട്ടില്ല. നീലയ്ക്ക് ഓപ്പോസിറ്റായിട്ട് 70 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നീലയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? 70 എഴുതി കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. ആകെ 2 ആംഗിളാണ് നമുക്കിവിടെ തന്നത്. പിന്നെ നമുക്ക് ഈ ഇതാണ് തന്നത്. അങ്ങനെയാണ് നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടെത്തിയത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ദ ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 2 ട്രയാങ്കിൾസ് ആസ് ഷോൺ ബിലോ. ദസ് ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ് വൈ. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. പാരലോഗ്രാം ആവണമെന്നുണ്ടെങ്കിൽ ക്വാഡ്രിലാറ്ററലിൻ്റെ 2 സൈഡുകളും പാരലൽ ആവണം. ഓക്കെ, ആൻഡ് ഈക്വൽ ആവണം. ഇവിടെ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ്. സെയിം ഒന്നല്ല, ഈക്വൽ സൈഡ് ഒന്നല്ല. പക്ഷേ എന്താ പറയുന്നത്? അതിൻ്റെ ക്വാഡ്രിലാറ്ററലാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 ട്രയാങ്കിൾസ്. ആ ഡയഗണലിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിനും സെയിം ആംഗിൾസ് ആണോ ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽ എന്ത് ചെയ്തിരിക്കുന്ന 2 ട്രയാങ്കിൾ ആക്കിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 ട്രയാങ്കിളിനും ആംഗിൾസ് സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതുമാണ് ആംഗിൾസ്. ഇറ്റ് ഈസ് ദ ട്രയാങ്കിൾസ്. ഈ 2 ട്രയാങ്കിൾസിനും സെയിം ആയിട്ടുള്ള ആംഗിളാണ് ഉണ്ടാവുക എന്നുള്ളത്. സോ നമുക്കറിയാം ഈ സൈഡ് രണ്ടെണ്ണത്തിനും കോമൺ ആണല്ലോ. അതെ, ഇനി ഇവിടെ 4 തന്നെയാണ്, ഇതും 4 ആണ് തന്നെയാണ്, ഇത് 3 ആണ് തന്നെയാണ്, ഇതും 3 ആണ് തന്നെയാണ്. അപ്പം എന്താണ്? 3 സൈഡും ഈ ട്രയാങ്കിളിന് വെച്ച് നോക്കുമ്പം 3ഉം 4ഉം ഉണ്ട്. പിന്നെ ഒരു സൈഡ് കോമൺ ആയിട്ടുള്ളത്, ഇതിനും 3ഉം 4ഉം ഉണ്ട്, ഒരു സൈഡ് കോമൺ ആയിട്ടുള്ളത്. അപ്പം 2 ട്രയാങ്കിളിൻ്റെയും എല്ലാ സൈഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും സെയിം ആയിരിക്കും. സോ ആ റൂൾ വെച്ചിട്ട് അക്കോർഡിംഗ് ടു SSS എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഴുതാം. എന്നിട്ട് പറയാം ഈ സൈഡ് ഇതിന് ഈക്വലാണ്, ഇങ്ങനെ ഈക്വലാണ്, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്ത് എഴുതാം? ആൻസർ എഴുതാം. ഓക്കെ, ഇനി ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, ഷോൺ ബിലോ AB is equal to AD. AB is equal to AD ആയിക്കോട്ടെ. എന്താണ്? CB is equal to CD. CB is equal to CD. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ദ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ നീലയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ സെയിം ആയിരിക്കും. 2 സൈഡും സെയിം ആയതുകൊണ്ട് എന്താണ്? ഈ 2 സൈഡ് സെയിം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്, പിന്നെ ഇത് കോമൺ ആണ്. അപ്പോൾ SSA റൂൾ എന്ന് പറഞ്ഞാൽ 3 സൈഡുകളും ഈക്വൽ ആണ്. ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ 3 സൈഡുകളും ഈക്വൽ ആണ്. സോ നമുക്ക് ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിൻ്റെ റൂൾ എടുത്ത് SSS റൂൾ ഇവിടെ യൂസ് ചെയ്യാം. സോ
എന്താണ് നീലയ്ക്ക് ഓപ്പോസിറ്റ് എന്താണ് ആംഗിൾ വരുന്നത് 30 ആണ്. അപ്പോൾ ഇവിടെ നീലയ്ക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ 30 എഴുതി കൊടുക്കാം. ഇനി ബ്ലാക്കിന് ഓപ്പോസിറ്റ് എന്താണ് 50 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെയും 50 എഴുതി കൊടുക്കാം. സോ ഇപ്പോൾ നമുക്ക് 2 ആംഗിൾ കിട്ടി ഒരു ട്രയാങ്കിളിൻ്റെ. ഒരു ട്രയാങ്കിളിൽ 2 ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടണമെങ്കിൽ 180 അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ മതി. 30 + 50 80 ആണ്. 80 - 180 30 + 50 = 80. അപ്പോൾ അത് 100 - 80 = 180. സോറി 80 180 - 80 = 100. നേരെ തിരിഞ്ഞു പോയി. ഓക്കെ, ദെൻ ഇത് 100 ആണ് കിട്ടി. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി 100 ആയിരിക്കും. കോർലാറ്ററലിൻ്റെ ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്, ട്രയാങ്കിളിൻ്റെ ആംഗിൾ അല്ല. അപ്പോൾ കോർലാറ്ററലിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ DAB ആണ്. DAB ആംഗിൾ DAB = 30 + 30 ആണ് 60. DCB = 50 + 50 100. പിന്നെ ADC 100, ABC 100. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. സോ ഇനിയൊരു 15 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.